എന്തിട്ട് മൂത്രം ഒഴിക്കും അല്ലേ? ശരിക്കും അപ്പോൾ നല്ല കടുവ വലിയ അല്ലയോ, ഹെവി ആയിരിക്കുമല്ലോ അല്ലേ? ആ ഇത്രയും അവൻ രണ്ട് മാൻ പോകുന്നതായിരിക്കും അല്ലേ? വേപ്പുമരം അതില്ലേ? ആ പിന്നെ കാട്ടാമ്പഴങ്ങ അതൊക്കെ ഉണ്ട്. അതിൻ്റെ സമയമൊക്കെയാണ് ഇപ്പോൾ. കാട്ടമ്പഴങ്ങ അല്ലേ? കാട്ടാമ്പഴങ്ങ കയ്പ്പായിരിക്കും. പക്ഷേ അത് മൃഗങ്ങൾ കഴിക്കും ഈ മാനൊക്കെ. അതെ അതെ അതെ, നല്ല സ്മെല്ലായിരിക്കും. അമ്പഴങ്ങൻ്റെ സ്മെല്ല് തന്നെ നല്ല. അതെ, പക്ഷേ കാട്ടത്തതിലേക്ക് കയ്പ്പുണ്ടാവും. പക്ഷേ അങ്ങനത്തെ വഴിക്ക് പോകുമ്പോഴേ ഈ പെരുമ്പാമ്പ് വല വീശി കടന്നുണ്ടാവും ഇവരെ പിടിക്കാൻ വേണ്ടി, മാനിനെ പിടിക്കാൻ വേണ്ടി. ഒരു മാനയൊക്കെ അടിക്കുമല്ലേ പെരുമ്പാമ്പ്? ഒറ്റ പിടുത്തം പിടിക്കൂലേ? ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല. ഒരു 2 ചുറ്റും ശ്വാസം മുട്ടും, ചാവും, വിഴുങ്ങും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അത് ചത്തെന്ന് അറിഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ വിഴുങ്ങാൻ ശ്രമിക്കും. മറ്റേ ഹനുമാൻ കുരങ്ങ് ഒരു ദിവസം കണ്ടുവരുന്നു. ആണോ? ലങ്കൂർ ഹനുമാൻ കുരങ്ങ്. നമ്മളെ കണ്ട് പോയിട്ടുണ്ടാവും. അത് ശരിക്കും ഈ എണ്ണത്തിൽ കുറവല്ലേ? അത് കുറവ്. നാടൻ കുരങ്ങ് ഇത് കരടി കാസ്റ്റിച്ചിരിക്കുന്നു. കരടിയുടെ. അവർക്കും ഇപ്പോൾ തീറ്റക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരടിക്ക് മണ്ണ് ഉറച്ചു പോയല്ലോ. കരടി ഇങ്ങനെ എന്തോ കുത്തി ഇളക്കിയാണോ തിന്നുന്നത് ഇരയൊക്കെ? അത് മാന്തിട്ട് ഈ പന്നിയുടെ കൂട്ടന്നെ. ഈ നഖം ഉണ്ടാവും. കരടി ശരിക്കും ഈ പുല്ലും തിന്നും അല്ലേ? ഇല്ല, പുല്ല് തിന്നത്തില്ല. അവർ ചെതല്, കൊന്നക്കായ, പിന്നെ പുറ്റുതേൻ എടുക്കും. പുറ്റുതേൻ, കൊന്നക്കായ ഉണ്ട് അല്ലേ? കൊന്നക്കായ ഉണ്ട്. പിന്നെ വേറൊരു കായുണ്ട്, അത് നമ്മളെ ഭയങ്കര വഴുവഴുപ്പുണ്ട് ആ കായ്. പഴുത്ത് കഴിഞ്ഞാൽ അതിനെയും കഴിക്കും. ഈ കാട്ടുതേക്കെന്ന് പറഞ്ഞ ആ മരത്തിൻ്റെ കായാണത്. കാട്ടുതേക്ക്. പോകുമ്പോൾ കാണിച്ചു. പിന്നെ ഈ മൃഗങ്ങളെ തിന്നുമല്ലോ, മീൻ ഇല്ല, അങ്ങനത്തെ ഇല്ല. ഇവിടെയുള്ള കരടി അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അത് വേറെ സ്ഥലത്തുള്ള ആ വെള്ള കരടി ഇല്ലേ, അതൊക്കെ പോളാർ ബെയർ. അത് നമ്മൾ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം തേനുകളൊക്കെ കുറവായിരിക്കും. ചെതല് പുറ്റുകൾ കുറവായിരിക്കും. ഈ പുറ്റുതേനിലിരിക്കുന്ന തേനീച്ച എന്ന് പറയുന്നത് ചെറുതേനാണോ? ചെറുതേനല്ലേ? അത് എടുക്കാനും നല്ല എളുപ്പമല്ലേ? ഇവൻ ബുദ്ധിമുട്ടുള്ളതും ഉണ്ടാവും. വമ്പം കട്ടിയുള്ള മരത്തിലൊക്കെ ഈ കരടി കയറുമോ? കരടി മരത്തിൻ്റെ മേലൊക്കെ കയറൂലേ? ഇത് വെള്ളക്കോളിയില്ലേ? നല്ല രസമുണ്ടോ മരം? ചെറിയ ഇലകൾ. അതെ. ഇത് ശരിക്കും കുറവാണ് മരം അല്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? വെള്ളക്കോളിയില്ലേ? വെള്ള നിറം അതിൻ്റെ. ഇത് എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ ഉണ്ടാവില്ലേ? ചെറുതായിരിക്കും, തീരെ ചെറുത്. ഈ ചടിച്ചീൻ്റെ ഈ മുള്ളുവേങ്ങയുടെ കായില്ലേ? മുള്ളുവേങ്ങ. അതെ, ആ വലിപ്പുണ്ടാവും. ഇത് മുള്ളുവേങ്ങയാണ്. ഇത് തൊലി ആന കുത്തി പൊളിച്ചല്ലേ? പിന്നെ അത് കായ്ച്ചു കഴിഞ്ഞ് അതിൻ്റെ ഞെട്ടുകളാണ് അത് ഉണങ്ങി നിൽക്കുന്ന. കായ്ച്ചു കഴിഞ്ഞ് അത് ഫ്രൂട്ട് ഇത് കഴിക്കുന്ന തന്നെ പക്ഷികൾക്കൊക്കെ കഴിക്കാൻ പറ്റും.
ചീനിക്കവള്ളി ചീനിക്കവള്ളി അത് ചീനിക്കവള്ളിയില്ലേ? ആ ഒരു വള്ളി പോലെ കിടക്കുന്ന ഒരു മരം അല്ലേ? ഭയങ്കര മുള്ളായിരിക്കും അത്. ചീനിക്കുണ്ടെങ്കിൽ അത് ഇല തിന്നാൻ കൊള്ളുന്നതായിരിക്കും അല്ലേ? ഇല മുള്ളുള്ളതുകൊണ്ട് മാനുകളൊക്കെ ആ അവർക്ക് കഴിക്കാം. പിന്നെ ആന എല്ലാം, കാട്ടുപോത്ത്, മലമാന്, പുള്ളിമാന്, കാട്ടാട്, കേഴമാന്, കൊങ്ങിണിക്കാട്, അതിനൊക്കെ അതിൻ്റെ ചപ്പ് പൂവിനടക്കം കാട്ടുപോത്ത്, മാന് എല്ലാം. ആ കാട്ടുപോത്ത് ധാരാളം ഉണ്ടല്ലേ? ആ ഈ മരമാണോ ഇതിൽ വെള്ളമുള്ള? അതെ അതെ, കരിമരുന്ന്. കരിമരുത് ഇല്ലേ? അത് ഇതിൽ വെള്ളം ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ ഇതായിട്ടൊരു മുഴയായിട്ട് വരുന്നതാണ്. ആ ഇത് അവിടെ ഒരു ബണ്ട് കീറിയ പോലെയല്ലേ ഈ കവറിൻ്റെ കുറച്ച് മേലെ. അത് ഇനിയും വീർത്ത് വരും. ആ സമയത്താണ് വെള്ളമുള്ളത് ഉണ്ടാവുക. അത് ഞാൻ കാണിച്ചത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വെട്ടിയ വെള്ളം കിട്ടത്തില്ല. ഇല്ല കറക്റ്റ് ആ സ്പോട്ടിൽ വെട്ടണം അല്ലേ? ഒരു ചവർപ്പായിരിക്കും വെള്ളത്തിന്. എങ്കിലും കുടിക്കാൻ കൊള്ളാം. കുടിക്കാൻ പറ്റും. പക്ഷേ അതിന് ശേഖരിച്ച് വെക്കുന്നതാണ്. അതിൻ്റെ ഈ മാർച്ച് ടൈമിലൊക്കെ ഒക്കെ അതിന് അത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? ഇവിടെയാണ്, ഇതാണോ? അല്ല, ഇതൊക്കെ ആയി വരുന്നതാണ്. വെള്ളത്തിൻ്റെ അല്ലേ? വെള്ളത്തിൻ്റെ അത് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. മരുതാണ് കൂടുതലും ഉള്ളത് അല്ലേ? മരുത്. ഇത് ആനയുടെ ഒരു ഫേവറേറ്റ് പുല്ലാണ് തോന്നുന്നു ഇത് അല്ലേ? ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് വേറെ മുളകൾ അങ്ങനത്തൊക്കെ കഴിക്കാം. പുല്ല് വേറെ അതാ ഇത് പട്ടപ്പുല്ലില്ലേ? ഇത് പിന്നെ അവർ ഇടംപിരി വലംപിരി ഇല്ലേ? ഇടംപിരി വലംപിരി ചെടിയുണ്ടല്ലേ? ചെടിയുണ്ട്. അപ്പോൾ അതിൻ്റെ നാര്, കോളിനാര്, കോളിച്ചപ്പെല്ലാം. കോളിനാരല്ലേ? ഇതിപ്പോൾ ആന താണ്ടി ഇതിലെ കൂടെ ഇപ്പം പോയിട്ടുണ്ട്. ഇത് പഴയ പിന്നെ ഇതായി കാര ചെടി, ചെറിയ ചെറിയ കമ്പനൊക്കെ ഒടിച്ച് കഴിക്കാറുണ്ട്. കാര അതില്ലേ? അത് കാര. പിന്നെ തേക്ക് മരത്തിൻ്റെ തൊലി. തേക്കിൻ്റെ തൊലി തിന്നും അല്ലേ? പിന്നെ വേങ്ങയുടെ തൊലി. അത് അവർക്ക് എന്തോ ഒരു വയറുവേദന വരുമ്പോഴേ ഈ വേങ്ങയുടെ തൊലി. വേങ്ങ അല്ലേ? വേങ്ങ. ഈ ആന കാട്ടുപോത്തിൻ്റെ തലയോട്ടി. കാട്ടുപോത്തിനെ ഹണ്ട് ചെയ്യുന്നത് കടുവയിലേ ചെയ്യത്തുള്ളൂ. കടുവ ചെയ്യില്ല. മറ്റേ ചെറിയ മൃഗങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ. 100 കിലോ മേളിലുണ്ട്. കടുവ തന്നെ 250 കിലോ അല്ലേ? 300 കിലോ ആണ്. എണ്ണൊക്കെ ഉണ്ടാവും കാട്ടുപോത്ത്. ഒരു ചെങ്കിരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ കിരിയുടെ ഒരു ഡബിൾ ആയിരിക്കുമല്ലോ അല്ലേ? അത് പാമ്പിനെ പിടിക്കും, ഇത് പാമ്പിനില്ല. പിടിക്കത്തില്ല. വണ്ട്, ഞണ്ട്, ഇങ്ങനത്തെ സാധനം. ഓ, ഇത് ആന വന്ന് കിടക്കുന്നതാണോ? ആണോ? ഇത്രയും കറുപ്പ്. ഓഹോ. ഇപ്പോൾ ഏറ്റവും കടുവ കാഷ്ടിച്ച് ഓ ചത്തുപോയി കിടക്കും. അത് പ്രസവിച്ചപ്പോൾ തന്നെ എങ്ങനെയോ മരക്കൊമ്പിന് വീണ് പോയി. ഓ, അത് എടുക്കാൻ ആണോ? ശരി. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ പുള്ളിപ്പുലി എൻ്റെ തള്ളേനെ കുറിച്ച് തിന്നിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനായിരിക്കും സാധ്യത. പുള്ളിപ്പുലി ഈ ഹനുമാൻ കുരങ്ങിനൊരു പിടിക്കൂലേ? കയറൂലേ? പുള്ളിപ്പുലി തന്നെ 3 സൈസ് ഉണ്ട്.
ആണോ? കടുവൻ്റെ ഒരു 3/4 ഭാഗം വരുന്ന ഒരു പുള്ളിപ്പുലിയുണ്ട്. ആ ആ ആ പുള്ളിപ്പുലിൻ്റെ ഒരു പകുതി വരുന്നുണ്ട്. പിന്നെ തീരെ ചെറുത് ഇത്രയുണ്ട്. ആ അത് മരത്തിൻ്റെ അറ്റത്തൊക്കെ കയറും. അത് കാട്ടുപൂച്ചയാണോ? കാട്ടുപൂച്ചയല്ല, പുള്ളിപ്പുലി. അതും പുള്ളിപ്പുലി തന്നെ. കാട്ടുപൂച്ചനെ വേറെ. ഇത് സൈബീരിയൻ കൊക്ക് അവിടെ കാണാം. ഫോക്കസിലുണ്ട്, അതിപ്പോൾ പറക്കും. എന്ത് രസമുണ്ടല്ലേ.